ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. കഴിഞ്ഞ അനേകം പതിറ്റാണ്ടുകളായി തന്നെ മനുഷ്യകുലം എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ആധുനിക ശാസ്ത്രം വളർന്നുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായി മനുഷ്യൻ ജെയിംസ് വെബും യൂക്ലിഡും ടെസ്സും പോലുള്ള അനേകം അത്യാധുനിക ടെലിസ്കോപ്പുകൾ വിക്ഷേപിക്കുകയും പ്രപഞ്ചത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അനേകം ഗ്രഹങ്ങളെ അടുത്തറിയുകയും വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ നമ്മൾ നടത്തിയ പഠനങ്ങളുടെ ഭാഗമായി നമുക്ക് ലഭിച്ച വളരെ വിചിത്ര ഗ്രഹമായിരുന്നു 2013 സൂപ്പർ വാസ്റ്റ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ വാസ്പ് 76b എന്ന ഗ്രഹം. പ്രപഞ്ചത്തിലെ തന്നെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ചും ഏറ്റവും അപകടം നിറഞ്ഞ ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ജൂപ്പിറ്ററിൻ്റെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഈ ഭീമൻ ഗ്രഹം അതിൻ്റെ സൂര്യനെ വലയം വയ്ക്കുവാനായി എടുത്തിരുന്നത് വെറും 1.8 ദിവസങ്ങൾ മാത്രമായിരുന്നു. 1.8 ദിവസം കൊണ്ട് ഒരു ഗ്രഹത്തിന് അതിൻ്റെ നക്ഷത്രത്തെ വലയം വെക്കണമെങ്കിൽ ആ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിനോട് വളരെ അടുത്തായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. വാസ്പ് 76b എന്ന ഈ ഗ്രഹവും അതിൻ്റെ നക്ഷത്രത്തിനോട് വളരെ ചേർന്നായിരുന്നു നിലകൊണ്ടിരുന്നത്. ആയതിനാൽ തന്നെ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും പകലും മറുഭാഗത്ത് എപ്പോഴും രാത്രിയുമായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതും. ഇതിൻ്റെ ഫലമായി തന്നെ ആ ഗ്രഹത്തിൽ അനുഭവപ്പെടുന്ന താപനിലയാകട്ടെ 2400 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. നമ്മളൊരു കട്ടിയുള്ള ഇരുമ്പിൻ്റെ ഒരു ദണ്ട് എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഉരുകുവാനായി 1500 ഡിഗ്രി താപനില മാത്രം മതിയാകും. അതിലും 1000 ഡിഗ്രി താപനില കൂടുതലുള്ള ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അയൺ വേപ്രൈസ് ചെയ്യപ്പെട്ടു പോകുകയും അതിശക്തമായ കാറ്റുകൾ ഈ ഉരുകിയ ഇരുമ്പിൻ്റെ കാർമേഘങ്ങളെ ഗ്രഹത്തിൻ്റെ മറുഭാഗത്ത് എത്തിക്കുകയും അവിടെ എത്തി കണ്ടൻസ് ചെയ്യുകയും തീമഴയായി പെയ്തുകൊണ്ടുമിരുന്നു. നമ്മൾ കഥകളിലും കഥാപുസ്തകങ്ങളിലും വായിച്ചറിഞ്ഞതുപോലെയുള്ള നരകത്തിന് സമാനമായിരുന്നു ആ ഗ്രഹം. ഗ്രഹത്തിൻ്റെ ഒരു സൈഡിൽ ഇരുമ്പിനെപ്പോലും വേപ്രൈസ് ചെയ്യുന്ന താപനിലയും മറുഭാഗത്ത് തീമഴയായി വന്നു പെയ്യുന്ന ആ ഇരുമ്പും. അങ്ങനെ വളരെ വിചിത്രമായൊരു ഗ്രഹമായിരുന്നു വാസ്പ് 76b എന്ന ആ ഒരു ഗ്രഹം. എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തുകയുണ്ടായി. ആധുനിക ഭൂമി എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നറിയുവാനായി ആ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മളെ വളരെയധികം സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.